ആത്മഹത്യക്ക് ശ്രമിക്കുന്ന കാക്ക. ഇയാളല്ലേ ഈ ചാനലിന്റെ ഓണർ? വല്ല പറ. തീരെ സൗണ്ട് ഇല്ല, വാ തുറക്കണം, എന്നാലേ എന്നെ കേൾക്കൂ. ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഓഫാണല്ലോ. അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്നൊരു ട്രിപ്പ് പോകാമെന്ന് കരുതി. ദൂരോട്ട് ഇവിടെ ഇല്ല, ഇവിടെ നമ്മുടെ വീടിനടുത്ത് തന്നെ, മൺട്രോത്തുരത്ത്. അപ്പം യാത്രയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാവേ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സമയം 8:50. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ ജംഗ്ഷൻ. ഇതിലോട്ട് റൈറ്റ് റോഡ് കൊട്ടാരത്തിലേക്ക്, ലെഫ്റ്റ് റോഡ് കൊല്ലത്തിന് പോകും. ഇതാണ് പള്ളിമുക്ക് ജംഗ്ഷൻ എത്താറായി. ഇവിടുന്ന് റൈറ്റ് റോഡാണ് നമുക്ക് പോകേണ്ടത് മൺട്രോത്തുരത്തിന്. സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ കൊല്ലത്തിനായിരിക്കും പോകുന്നത്. ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്.
കാളത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. അനധികൃതമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ കുറ്റകരമാണ്. എന്നാലും ഗായ്സ്, ഇതാണ് ഗായ്സ് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന റെയിൽവേ ട്രെയിൻ ഇതുവഴിയാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ്. കൊല്ലത്ത് നിന്ന് ജംഗ്ഷനിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. നമ്മളിപ്പം പാലമൊക്കെ മുറിച്ച് കടന്ന് പോവുകയാണ്. ഇവിടെ അടിപൊളി നല്ല ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കുക. മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. ഇവിടെ എല്ലാം ഒരു ദ്വീപ് പോലൊക്കെ ഉണ്ട്. നല്ല രസം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലൊരു കയർ ഫാക്ടറിയാണിത് കേട്ടോ. കണ്ടോ, കയർ ഫാക്ടറിയാണ്. വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ്. വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇതൊക്കെ ഇവർ കയറ് പിരിച്ച് വെച്ചേക്കുന്നതാണ്. എവിടെ മറ്റേ സ്ഥലത്ത് പോലെ അവിടെ പറഞ്ഞു. ഇതിൻ്റെ നടുക്കൊക്കെ വീടുകളുണ്ട് കണ്ടോ. വണ്ടിയൊക്കെ എങ്ങനെ വരാ, റോഡുണ്ട്. നല്ല രസമല്ലേ കാണാൻ. നല്ല വെള്ളമുണ്ട് കേട്ടോ, വെള്ളം കയറി കിടക്കുക. അങ്ങോട്ട് നടന്നു വാങ്ങി ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെ അവിടെ. കുറച്ച് നേരം ഞാൻ വെള്ളം കാണിക്കാം. കണ്ടോ, അത് റെയിൽവേ പാളമാണ്. അതിലേക്കൂടെ ട്രെയിൻ പോവും. ഇങ്ങനെ കാണുകയും ചെയ്യാം. മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു. നിങ്ങൾ കായലിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നോക്കൂ, ഇപ്പം കാണാം. വെള്ളം നല്ല കൂടുതലുണ്ട് കേട്ടോ ഇപ്പം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറായി നമ്മളിവിടെ വന്നിട്ട്. ഒരു ട്രെയിൻ പോലും ഇതുവരെ പോയിട്ടില്ല. സമരമായിരിക്കും ട്രെയിൻ. സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് എല്ലാ ട്രെയിനുകളും കൂടെ ഒരുമിച്ച് നിർത്തി കോലി വരുത്തുക. ഒരു ട്രെയിൻ പോലും പോയിട്ടില്ല. എന്നാലും നമുക്ക് ഇവിടെ ഇരിക്കാം. ഒരു ട്രെയിനെങ്കിലും കണ്ടിട്ടേ നമ്മൾ തിരിച്ചു പോയിട്ടുള്ളൂ. മഴയാണ്ട് ഇവിടെ കയറി വയ്ക്കുക. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുമാതിരി വൃത്തിയായിട്ട മഴ.
കണ്ടല്ലോ ഗായ്സ്, അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ട്രെയിൻ പോയത്. നമ്മളെപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോകുന്നതാണ്. നമ്മുടെ പഴയ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര സമയമെടുത്ത്, മഴ പെയ്ത് ഇവിടെ എല്ലാം വെള്ളമായി. നല്ല രസമുണ്ട് കാണാൻ. ഈ ടൈം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മഴ പെയ്യുന്നു, മഴ നല്ല ചാറ്റലുണ്ട്, നല്ല കോട മഞ്ഞേറി കിടക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, വീഡിയോ കാണിച്ചത്. ട്രെയിൻ വന്നായിരുന്നേ പൊളിയായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെയൊക്കെ എത്രയോ ഫോട്ടോകൾ എടുത്തിരിക്കുന്നു. ഇത് മെമു സ്റ്റോപ്പ് ഹിയർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ വീടുകളുണ്ട്. വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴികൾ കണ്ടോ, വളരെ ദുഷ്കരം. പക്ഷെ അവരതിൽ സന്തോഷമായിരിക്കും. നമ്മൾ ആ മൂലയിൽ നിന്ന് ഈ അറ്റം വരെ വന്ന് നടന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നടന്ന് വന്ന് ഇപ്പം റെഡ് ലൈറ്റ് കത്തിയിരിക്കും. ഈ സമയത്ത് ട്രെയിൻ വരത്തില്ല, ട്രെയിൻ കത്തുമ്പോഴാണല്ലോ വരുന്നത്. ഇതൊക്കെ ഇവിടെ വെച്ചിരുന്ന പഴയ കസേരകളാണ്. കണ്ട നല്ല രസമല്ലേ? ഇത്രയും മനോഹരമായൊരു റെയിൽവേ പാളം നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും? കണ്ടോ, നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്ന് ഇങ്ങനെ അറ്റത്ത് വന്നിട്ട് ഇതിലേ ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ കയറി. നല്ല രസമല്ലേ സുഹൃത്തുക്കളെ കാണാൻ? മഴ പെയ്യുകയാണ് സുഹൃത്തുക്കളെ, നല്ല മഴ കേട്ടോ. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല, കണ്ട് വിശക്കുകയും ചെയ്യുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയത്തൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മഴ പെയ്യുന്ന ഈ സമയത്തൊന്നും നമ്മളിവിടെ വന്നിട്ടില്ല. മഴ കഴിഞ്ഞിട്ടുള്ള ആ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയൊക്കെ കയറി ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് എത്രമാത്രം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. റെയിൽവേ സ്റ്റേഷനിലൊന്നും കയറി നമ്മൾ അനധികൃതമായിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല എന്നല്ലേ പറയുന്നത്. എന്നാലും നമ്മുടെ ഒരു സന്തോഷം. ഇതാണ് മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇത്രയേ ഉള്ളൂ. മെമൂന് മാത്രമേ ഉള്ളൂ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ്. ബാക്കിയുള്ള ലോങ് ട്രെയിനൊക്കെ ഇതുവഴി ഓടിപ്പോകത്തേ ഉള്ളൂ. ഇവിടെ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇവിടെ ഒന്നും പാലമില്ല. നമുക്ക് ഇത് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഏതോ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് നമുക്ക് പോകാം കേട്ടോ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഉണ്ടോ അവിടെ ഗ്രീൻ ലൈറ്റ് കത്തി, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലുണ്ടോ? ഗ്രീൻ ലൈറ്റ് കത്തി കിടക്കും. ഇപ്പോൾ ട്രെയിൻ ഉണ്ട്. ഇപ്പം ഇതുവഴി നോക്കട്ടെ, നമുക്ക് പറ്റുമെങ്കിൽ ഇത് കാണിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് കാണിക്കാം. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തി കിടക്കും. അപ്പോൾ ഇനി ട്രെയിൻ ഇപ്പോൾ വരും. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടോ, ഇതാണ് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ആത്മഹത്യക്ക് ശ്രമിക്കുന്ന കാക്ക. തിരിഞ്ഞു നോക്കണ്ട, ഇറങ്ങിക്കോ. ട്രെയിൻ വരുന്നു സുഹൃത്തുക്കളെ. കയറ്റം കയറി പോകുന്നുണ്ടോ ട്രെയിൻ? ചെറിയൊരു കയറ്റമുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ വിട്ട് ഇനി
മൺട്രോ ഐലൻഡിലോട്ട് പോകാനുള്ള പ്ലാനിങ് ആണ്. ഇതിനകത്ത് ആ മീൻ ഒരു വല വലിക്കുന്നു. സുബി പറയുന്നു കുറച്ച്. ഹലോ ഗൈസ്, ഇതാണ് ഗൈസ് മൺട്രോ തുരത്തെ ദ്വീപ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡോണ്ട് അവിടെ കണ്ടോ പച്ച മരങ്ങൾ നിൽക്കുന്നത്, അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പോയി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അതല്ലാതെ തന്നെ അവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ദ്വീപ് പോലുണ്ട്. ആ റോഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ വണ്ടിയിൽ വരുന്നത്. പക്ഷേ അത്ര സേഫ് അല്ല വരുന്നത്, കാരണം വെള്ളം എപ്പോഴും കണ്ട് ഇവിടെ തന്നെ കണ്ടു ഇപ്പോൾ ചെറുതായിട്ട് വെള്ളം കയറുന്നുണ്ട്. അങ്ങനെ കൂടിയും കുറഞ്ഞ് ഇരിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ സൈഡിൽ കെട്ടിയിരിക്കുന്ന കെട്ടൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി കൊണ്ട് വരുന്ന അത്ര സേഫ് അല്ല. എന്നാലും ഡെയിലി വരുന്നവർക്കൊക്കെ വരാനൊക്കെ നല്ലതാണ്. നല്ല സ്ഥലമാണ് ഇവിടെ, അടിപൊളിയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വെയിലില്ലാത്ത സമയത്ത് വരട്ടെ, എന്നാലേ കാണാനൊക്കെ രസമുണ്ട്. പറഞ്ഞില്ലേ എത്ര സേഫ് അല്ല ഇവിടെ വരുന്നുണ്ടോ. ഈ റോഡിലെല്ലാം വെള്ളം കയറി. നമ്മളിനി വെള്ളത്തിൽ കൂടെ നടന്നു വേണം പോകാൻ. കണ്ടോ ഇവിടെ പുതിയ പാലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതിന് മെണ്ടലോട്ട് കയറി നടത്താം ഉള്ളവിടെ ഇടൂ. ഉണ്ടോ ഗൈസ്, എന്താ ഇവിടെ കയാക്കിങ് ഉണ്ട്, സാധാ വെള്ളമുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. എന്നാൽ മതി, അടിച്ച് പൊളിച്ചിട്ട് പോവാം. ഗൈസ് കണ്ടോ നല്ല രസമല്ലേ കാണാൻ. കണ്ടോ അടിപൊളി. സോണി എന്തേലും പറ സോണി, ഇങ്ങനെ നടക്കാറ്. ഇയാളല്ലേ ഈ ചാനലിൻ്റെ ഓണർ, വല്ല പറ. തീരെ സൗണ്ടില്ല, വാ തുറക്കണം എന്നാലേ എല്ലാം കേൾക്കൂ. കണ്ടോ ഗൈസ് അടിപൊളിയല്ലേ. ഉണ്ടോ വെള്ളം കെട്ടി കിടക്കുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മീൻ വളർത്തു വന്നു. മീൻ കെട്ടല്ലടാ, അല്ലാതെ മീൻ വളർത്തുന്നുണ്ട്. ഉണ്ടോ സൂപ്പർ ചെടിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഒന്നും വണ്ടി വരത്തില്ല ഗൈസ്, കാരണം രണ്ട് സൈഡിലും അതേപോലെ എന്താ ഇടിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ വഴിയും കൂടെ, അതുകൊണ്ട് നമുക്ക് അവിടെ വരാണ്ടേ ഉള്ളു അതിൻ്റെ എൻഡ്. അല്ലാത്ത സമയത്ത് ഈ രാവിലെ വന്നാലേ കുറച്ച് കാണാനൊക്കെ കാണാൻ മാത്രമേ നടക്കാനും പറ്റത്തുള്ളൂ. കാരണം അല്ലാത്ത ഇവിടെ ഫുള്ള് ഇത്രയല്ല. ഇവിടെ ഈ കപ്പിൾസ് ഫോട്ടോഷൂട്ട്, വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് സംഭവമുണ്ട്. ഈ നമ്മളിപ്പോൾ ഈ കാണുന്നതല്ല, കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനൊരു വൈകുന്നേരം 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഫുള്ള് ആളായിരിക്കും. ഫോട്ടോഷൂട്ടൊക്കെ രാവിലെ വരും ആൾക്കാർ. നടക്കും കണ്ടോ കായലിനകത്ത് തന്നെ നിൽക്കുന്ന സംഭവം. അത് കണ്ടൽക്കാട് പോലൊക്കെ ഉള്ള സംഭവം. അത് കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയാണ്.
അവിടെ ഒരു നീർക്കാക്ക കണ്ടിരിപ്പുണ്ട്, അങ്ങനെ പോയി പിടിക്കാം. അതുകൊണ്ട് ഇവിടെ മീൻ വളർത്തുണ്ടോ, അടിപൊളിയാണ്. നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ തന്നെ വരണം. രാവിലെ വന്നിട്ട് ശരി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ വരണം. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വൈകുന്നേരം വന്നാലും നല്ലതാ, കാരണം കടകളൊക്കെ ഫുള്ളി ഓപ്പൺ ആവും. ഇവിടെ വരെ ഉള്ളു എൻഡിങ് തീർന്നുണ്ടോ, ഫുള്ള് കാലിങ്ങനെ വ്യാപിച്ച് കിടക്കും. മൊത്തം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് കല്ലൊക്കെ കണ്ടോ കെട്ടിയിട്ടിട്ട് കൊണ്ട് വെള്ളമുണ്ട്. അവിടെ വരെ അത് ഇനി അവിടെ ഇടിഞ്ഞു പോയാനോ അതോ അവിടെ വരെ നിർത്തിയിട്ട് പോയാന്നോ അറിയത്തില്ല അവർ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഭയങ്കര വെയിൽ വരുന്നത് കാരണം കൊണ്ട് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചതുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് തിരിച്ചു പോകാമെന്ന് കരുതി. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി സത്യത്തിൽ വണ്ടി ഇങ്ങ് വരെ കൊണ്ടുവരായിരുന്നു. നമ്മൾ വെള്ളം കൂടിയത് കൊണ്ട് ഇത്രമാത്രം സുരക്ഷിതമാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നു. വണ്ടി ഞങ്ങൾ റോഡ് സൈഡിൽ ഇരിക്കുക, ഞങ്ങളന്ന് അങ്ങ് പോവാം. 200 രൂപ ഉണ്ടെങ്കിൽ 2 പേർക്ക് പോകാൻ പറ്റുന്ന ബോട്ടും പെഡൽ ബോട്ടുണ്ട്. പിന്നെ ഒരു 500 രൂപ കൊടുക്കാമെങ്കിൽ 8 പേർക്ക് പോകുന്ന വള്ളവും എടുത്താൽ 1 മണിക്കൂർ യാത്ര. ഇവിടെ ഫുൾ റൗണ്ട് ചെയ്തിട്ട് നമ്മളെ തിരിച്ച് അവർ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കും. നന്നായിട്ട് നഷ്ടമില്ല വരുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.